അലീനയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഉറക്കമൊന്നും വരാതെ അലീന എവിടെയാണ്, ബാലചന്ദ്രൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നൊക്കെ അറിയാതെ ഭയങ്കര ടെൻഷനായിട്ട് മനു രേവതിക്കുട്ടിയെ കോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയാണ് ഫോൺ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഗ്രേസി ആൻറ്റി ആയിരിക്കും ഫോൺ എടുക്കുന്നത്. അപ്പോൾ അവർ നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്തായിരിക്കും മനുവിൻ്റെ കോള് വരുന്നത്. അപ്പോൾ ഗ്രേസി എടുത്തിട്ട് പറയുകയാണ്, ആ മോനെ മനു അല്ലേ, പറയൂ എന്താ മോനെ ഈ സമയത്ത് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ രേവതിക്കുട്ടിയുടെ ഫോണാണെന്ന് വിചാരിച്ചതാണ്, സോറി കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല പറഞ്ഞോളൂ, അവളിപ്പോൾ ഉറങ്ങിക്കാണോ, എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇല്ല ഇനി ഞാൻ അലീനയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു എന്ന് പറയുമ്പോൾ ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്, അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു, പക്ഷേ അലീന തന്നെ പറയുമായിരുന്നു ഇല്ല അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കാൻ ചെല്ലാതിരുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കറിയാം എന്തായാലും അവിടെ ഉണ്ടാവില്ല എന്ന്, പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം അറിയുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വിളിച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി പറയാനുണ്ട്, നിങ്ങൾ എന്തായാലും ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളൂ, നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മനു കോള് കട്ട് ചെയ്യാണ്. കോള് വെച്ചതിന് ശേഷം മനുവിന് നല്ല ടെൻഷൻ ആവുന്നുണ്ട്, എവിടെയാണോ ഇനി ആരെ ഞാൻ വിളിക്കേണ്ടത്, എങ്ങനെയാണ് എനിക്ക് കാര്യം അറിയാൻ സാധിക്കുക, അലീന എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് മനു. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. അപ്പോൾ അവിടെ കൃഷ്ണയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛ ഫോണൊന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, അമ്മയെ അറിയിക്കണ്ടേ, നമ്മളിവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛ എന്ന് പറയുമ്പോൾ, എന്തിനാണ് പറയേണ്ട ആവശ്യം, നീ വേറെ ആരുടെയും കൂടെ ഒന്നല്ല എൻ്റെ കൂടെയല്ലേ, ആരെയും ഇപ്പോൾ അറിയിക്കണ്ട, ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, ഇനി നാളെ ഫോൺ സ്വിച്ച് ഓൺ ആക്കണോ വേണ്ടോ ഒന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, മോള് പോയി ഇപ്പോൾ കിടന്നുറങ്ങുക എന്ന് പറയുകയാണേ. അപ്പോൾ അത് കഴിഞ്ഞ് അലീന കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ സോഫയിൽ അവിടെ ഇപ്പുറത്ത് തന്നെ ആ ഒരു ബെഡിൽ പോയി കിടക്കുകയാണ് കൃഷ്ണമോള് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയാണെങ്കിൽ ആ സോഫയിൽ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ വിരിക്കാൻ പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, ഞാനിവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത്, അവിടെ അത് ക്യൂൻ സൈഡ്സ് ബെഡല്ലേ, അവിടെ പോയി കിടന്നാൽ പോരെ, നീയും എൻ്റെ മോളെ പോലെ തന്നെയല്ലേ, എനിക്ക് പിറക്കാതെ പോയ മോളല്ലേ, എനിക്ക് ആദ്യം പിറക്കേണ്ട മോള് നീ ആയിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ഒരു ക്ലൂ പോലെ കൊടുക്കും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ഭയങ്കര സഹിക്കാൻ വയ്യാതെ ഇരുന്ന് കരഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ബാലചന്ദ്രൻ പറയും, കൃഷ്ണമോളിൽ ഇപ്പുറത്ത് നീ കിടന്നോളൂ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ അലീന കൃഷ്ണമോളിൽ ഇപ്പുറത്ത് ബാലചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ കിടക്കുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ കുറച്ച് നീങ്ങിയൊക്കെ കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷനിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഉറക്കില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ്റെ റൂമിൽ പോയി ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും കാര്യങ്ങളും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പോയി നോക്കുന്നത്, പക്ഷെ ഒന്നും തന്നെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനെയും ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രനാണെങ്കിൽ ഉറക്കത്തിൽ എട്ടി ഉണരുകയാണ് പെട്ടെന്ന്. അപ്പോൾ നോക്കുന്ന സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ ഉറങ്ങാതെ അവിടെ ഇങ്ങനെ ജനലിൽ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിരിക്കും ബാലചന്ദ്രൻ കാണുന്നത്. അങ്ങനെ എന്താ മോളെ ഉറങ്ങാത്ത എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, അച്ഛൻ എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്, എനിക്കൊന്ന് പൊട്ടി കരയാൻ തോന്നുകയാണ് അച്ഛ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും കൃഷ്ണമോള്. അപ്പോൾ എന്നിട്ട് പിന്നെ ബാലചന്ദ്രനാണെങ്കിൽ കൃഷ്ണമോളെയും കൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് ചെല്ലുകയാണ്. അവരൊരു ഭാഗത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട്, എന്താണ് മോളുടെ പ്രശ്നം, എന്താണെങ്കിലും മോള് പറഞ്ഞോളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണമോളാണെങ്കിലും പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ അച്ഛനല്ല, ഇപ്പോൾ പഴയ പോലത്തെ എൻ്റെ അച്ഛനെ അല്ല, അച്ഛൻ ഒരുപാട് മാറിപ്പോയി, അച്ഛൻ എന്താ പറ്റി, അമ്മയോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിലാണല്ലോ, നിങ്ങൾ എന്താ എപ്പോഴും ഇങ്ങനെ കീരിയും പാമ്പും പോലെ, എൻ്റെ അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അമ്മ പിന്നെ ആദ്യമേ അങ്ങനെ ആയിരുന്നെങ്കിലും അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എത്ര നല്ല അച്ഛനായിരുന്നു, അച്ഛൻ എന്താ അച്ഛാ പറ്റിയ, ഭയങ്കര ദേഷ്യമാണ് അച്ഛനിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മോൾക്കൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ടൊരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ 10-12 വർഷം സ്നേഹിച്ചിരുന്നു. എന്നിട്ട് പിന്നെ അവർ വിവാഹം ചെയ്തു. പിന്നീടാണ് ആ പയ്യനെ അറിയുന്നത് അവൾ വേറൊരാളുമായി സ്നേഹത്തിലായിരുന്നു എന്നും അതിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ അതൊരു വലിയ ചതിയല്ലേ മോളെ, ആ ചതിക്കപ്പെട്ടവനാണ് ഈ ഞാൻ എന്നിങ്ങനെ പറയും. അപ്പോൾ കൃഷ്ണമോള് ശരിക്കും ഞെട്ടിയിട്ട് ഇങ്ങനെ പറയുകയാണേ, ഇല്ല ഇല്ല അച്ഛാ, അതങ്ങനെ ആയിരിക്കില്ല, അച്ഛനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൃഷ്ണമോള്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇത് സത്യമാണ്, ഞാനിത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് നിങ്ങളോട് ആരോടും പറയാതെ വീട് വിട്ട് പോയി നേരിട്ട് അന്വേഷിച്ച് അറിഞ്ഞ കാര്യമാണ്,
ഞാൻ ഗംഗേട്ടനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. നിൻ്റെ അമ്മയെ ഞാൻ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള കാര്യം ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. ശിവേട്ടൻ അറിയാം, രാജീവൻ അറിയാം, നിൻ്റെ മുത്തശ്ശിക്ക് അറിയാം. അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ പണി നടപ്പിലാക്കിയത്. ആ ഒരു കുഞ്ഞിനെ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഓർഫണേജിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണമോള് കേൾക്കുമ്പോൾ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ബാലേന്ദ്രനെ നോക്കിക്കൊണ്ട്. എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ഈ സത്യം നിൻ്റെ അമ്മ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അമ്മ ഒന്നില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധം പിരിയും. എൻ്റെ അവസ്ഥയൊന്നും മോൾ ആലോചിച്ച് നോക്കി. ഈ സത്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടു നടന്ന് ഇത് ആരോടെങ്കിലും പറയാൻ പോലും പറ്റുന്ന ഒരു കാര്യമാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും. ഈ സമയം കൃഷ്ണമോള് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അല്ലച്ച ഇപ്പോഴത്തെ പ്രശ്നം അലീന ചേച്ചിയല്ലേ, അപ്പോൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവില്ലേ എന്നിങ്ങനെ പറയാൻ നിൽക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ആരാന്ന് മോൾക്ക് അറിയോ? അലീനയാണ് ആ അമ്മ പ്രസവിച്ച കുഞ്ഞ്. ആ കുഞ്ഞായിരുന്ന സമയത്ത് ഓർഫണേജിൽ കൊണ്ടുപോയിട്ട് ആ ഒരു കുട്ടി അലീനയാണ്. നിൻ്റെ ചേച്ചിയായിട്ട് വരും അലീന എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോളെ. അപ്പോൾ കൃഷ്ണമോളെ ഈ സത്യം അറിയുമ്പോൾ ശരിക്കും ഞെട്ടി ഇങ്ങനെ തരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഒരു പ്രമോ കാണിക്കുന്നുണ്ട് വൈജയന്തി രാജീവനോട് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നിട്ട് രാജീവനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ബാലേന്ദ്രേട്ടൻ കൂടെ അലീനയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ അത് പൊളിഞ്ഞ പോലെ ആയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അതേസമയം കൃഷ്ണയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ അലീനയെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്.